മിഥുന്റെ വീട്ടിലേക്ക് പോകാം. അവിടെ രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട്. രാഹുലെ, എന്ത് ചോദിക്കണമെന്നറിയില്ല. കാരണം ആ വീട്ടിൽ ഇപ്പോൾ എല്ലാവരും വലിയ വേദനയിലാണ്. ഇനി അല്പസമയത്തിനകം തന്നെ മിഥുന്റെ ഭൗതിക ശരീരം അവിടെ എത്തിക്കും. പിന്നെ പറയേണ്ട കാര്യമില്ല, ആ വീട് ഒരു സങ്കടക്കടലായി മാറുമെന്ന് തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. ഇവിടെ എന്തായാലും ഇവരെല്ലാവരും അമ്മയ്ക്കായുള്ള കാത്തിരിപ്പിലാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വാർത്ത അറിയുമ്പോൾ മറ്റൊരു ദേശത്ത് അങ്ങനെ പരിചിതമായ മുഖങ്ങളില്ലാതെ ആശ്വാസപ്പെടുത്തുന്ന സാന്നിധ്യമില്ലാതെയാണ് അമ്മ സുജ ഈ വാർത്ത എന്തായാലും അറിഞ്ഞിരിക്കുക, ഈ സംഭവം അറിഞ്ഞിരിക്കുക. ഇന്നലെ അമ്മയോട് സംസാരിക്കുമ്പോഴും അമ്മ വിളിച്ച് ചോദിച്ച കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ അമ്മയെ കാത്തിരിക്കുക, അമ്മയ്ക്ക് ഒരു എന്താ പറയുക, ഒരു സമാധാനമുള്ള ആശ്വാസം പകരുന്ന സാന്നിധ്യമാകുക എന്നുള്ളതാണ് ഇവിടെ നിൽക്കുന്നവർ ആഗ്രഹിക്കുന്നത്. അവർ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എവിടെ എത്തി, എങ്ങനെയാണ് കാര്യങ്ങളെന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 9 മണിയോടുകൂടി നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങും. അതിനുശേഷം റോഡ് മാർഗമാകും ഇതുവഴി വരിക. പോലീസ് അകമ്പടി ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് എത്താനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. എന്തായാലും വീട്ടിൽ ജയലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ഇനി ആ ഒടുവിലായുള്ള കാഴ്ചയ്ക്കായുള്ള കാത്തിരിപ്പിലാണ്. ഇവിടെ നേരത്തെ പറഞ്ഞപ്പോഴൊക്കെ സൂചിപ്പിച്ചത്, അനിയനോട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചത്, ചേട്ടൻ കുടുംബം നന്നായി നോക്കണമെന്ന് പറഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞത്. അതൊരു 8ാം ക്ലാസ് വിദ്യാർത്ഥി, 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനിയനോട് പറയുന്ന വാക്കുകളാണ്. ഒരുപക്ഷെ അതുകൊണ്ടാവും കണ്ണൻ നായർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ചെരുപ്പ്, അനിയൻ പറഞ്ഞത് അത് മറ്റൊരു സുഹൃത്തിൻ്റെ ചെരുപ്പാണെന്നാണ്. അങ്ങനെ ഒരു ചെരുപ്പ് നഷ്ടമാകുമ്പോൾ ആ ചെരുപ്പ് എടുക്കാൻ വേണ്ടി, ആ ചെരുപ്പ് എടുത്തു കൊടുക്കാൻ വേണ്ടി, അതായത് ഒരു ചെരുപ്പ് വാങ്ങാനുള്ള ആ ഒരു പ്രയത്നം, അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ടാകും ആ ചെരുപ്പ് എടുത്തു തരാമെന്ന് കരുതി ഇവിടെ നാട്ടിൽ മുന്നിട്ട് നിൽക്കുന്നത് പോലെ, എല്ലാ കാര്യങ്ങളും മുന്നിൽ നിൽക്കുന്നത് പോലെ അപകടം എന്തെന്നറിയാതെ അങ്ങോട്ട് പോയി ചെന്ന് ആ ചെരുപ്പെടുക്കാൻ തീരുമാനിച്ചത്. എന്നാൽ തൊട്ട് താഴെ കായൽവാരത്ത് നമ്മളെ കൊണ്ടുപോയി, നിങ്ങൾ വന്ന് കാണണം, മിഥുൻ ഇവിടേക്കാണ് വരുന്നതെന്ന് പറഞ്ഞ് ഇന്നലെ നമ്മളെ കൊണ്ടുപോയി ആ മനുഷ്യൻ പറഞ്ഞതും പറയുമ്പോൾ അത് വേറൊരു മുഖമാണ്. അതായത് വേറെ ആരുമില്ലെങ്കിൽ അങ്ങോട്ട് പോകാറില്ല, പോകുന്നെങ്കിൽ തന്നെ മുതിർന്നവരാരെങ്കിലും ആയേ പോകൂ. കാരണം കായലാണ്, കുട്ടികൾ അവിടെ ഉണ്ടാകും, അപ്പോൾ അപകടം ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവുണ്ടായിരുന്നു. അപ്പോൾ അപകടം എന്ന് തിരിച്ചറിയാൻ, ജീവിതത്തിൻ്റെ ഭാരിചിത്രാർത്ഥം എന്ന് തിരിച്ചറിയാനുള്ള പക്വതയൊക്കെ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയും മകനും ഒക്കെ ആയിരുന്നു മിഥുൻ. പക്ഷേ അവിടെ ആ ചെരുപ്പിന് വേണ്ടി പോകുമ്പോൾ ഇവിടെ ഇത്ര വലിയ അപകടക്കെണിയുണ്ടെന്ന് അവരോട് ആരും പറഞ്ഞിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി വരുന്നത്. കാരണം ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും തിരിച്ചറിഞ്ഞ് ആ ഉത്തരവാദിത്തത്തോടുകൂടി, ആ പക്വതയോടുകൂടി സംസാരിക്കുന്ന ഒരു സഹോദരനായി, മകനായി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആ സ്കൂളിലുള്ള മരണക്കെണിയെക്കുറിച്ച് ആരും പറഞ്ഞു കൊടുത്തില്ല എന്നുള്ളത് അത്യന്തം വിഷമകരമാണ്. അതുതന്നെയാണ് ഇവിടെ വരുന്ന ഓരോ മനുഷ്യരും ആവർത്തിച്ച് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ വീട്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ മിഥുൻ്റെ അടയാളങ്ങളുണ്ട്, മിഥുൻ കോറിയിട്ടിരിക്കുന്ന ആ പേരുകളുണ്ട്, ചിത്രങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മിഥുൻ എന്ന പേര് കേൾക്കുമ്പോൾ ഈ ഓർമ്മകളാണ് വരുന്നത്. മിഥുനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരുമ്പോൾ നമുക്ക് അത്യന്തം വിഷമമാകുന്നുണ്ട്, വ്യക്തിപരമായി പോലും. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ച, അവൻ്റെ മൂല്യങ്ങൾ അറിഞ്ഞ, അവൻ്റെ പിണക്കങ്ങൾ അറിഞ്ഞ, പരിഭവങ്ങൾ അറിഞ്ഞ, ആഗ്രഹങ്ങൾ അറിഞ്ഞ മനുഷ്യരെങ്ങനെയാകും. അത്യന്തം വിഷമകരമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആ കുടുംബം കടന്നു പോകുന്നത്. അല്പസമയത്തിനകം അവൻ്റെ മൃതശരീരം ആ വീട്ടിലേക്ക് എത്തിക്കും, അമ്മ എത്തും. പിന്നീട് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. നമുക്കിനി കണ്ണൻ നായരിലേക്ക് ഒരിക്കൽ കൂടി പോകാം. തേവലക്കര സ്കൂളിൽ നിന്നും കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, സ്കൂളിൽ അധ്യാപകരൊക്കെ എത്തിയിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം? അധ്യാപകരൊക്കെ എത്തി തുടങ്ങുന്നുണ്ട്. ടീച്ചറെ, നിറകണ്ണുകളാണ്, ഒന്നും ചോദിക്കാൻ സാധിക്കുന്നില്ല. അവൻ്റെ ഒരു അവസാന യാത്രയാണിന്ന്. ജയലക്ഷ്മി, ഞാൻ പറഞ്ഞില്ല, സംസാരിക്കാൻ സാധിക്കുന്നില്ല. ആ ടീച്ചർ നിറകണ്ണുകളോടെ വാവ് പൊത്തി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. അവർക്കൊരു സംസാരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ്. കാര്യം, ഒരു കുഞ്ഞ് സ്വന്തം മക്കളെ പോലെയാണ് അധ്യാപകരൊക്കെ തന്നെ കാണുന്നത്. ആ അധ്യാപകർക്ക് അവർ സ്വന്തം കുഞ്ഞിനെ നഷ്ടമായ ഒരു വിഷമമാണ്. കഴിഞ്ഞ 3 ദിവസമായി ഞാനിവിടെ ഉണ്ട്, ഈ സ്കൂളിലുണ്ട്. പല അധ്യാപകരോടും പറയുമ്പോൾ അവർക്ക് വ്യക്തിപരമായി സംസാരിക്കുന്ന സമയത്ത് പോലും അവർക്കൊരു വാക്ക് പുറത്തേക്ക് വരുന്നില്ല. തങ്ങളുടെ സ്കൂളിൽ പഠിച്ചൊരു കുഞ്ഞ് ഇങ്ങനെ ഒരു ദാരുണമായിട്ടുള്ളൊരു അന്ത്യം ഉണ്ടാകുന്ന സമയത്ത് ക്ലാസ് ടീച്ചറോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ഒരു അമ്മയോടെന്ന പോലെ പറയുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. 1.5 മാസമേ ആയിട്ടുള്ളെങ്കിൽ പോലും എല്ലാവർക്കും വലിയ എല്ലാവരോടും വലിയ സ്നേഹത്തോടു കൂടി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെയാണ് ടീച്ചറിനോട് നമ്മൾ എങ്ങനെയാണ് ഓർക്കുന്നതെന്ന് ചോദിച്ച സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ ടീച്ചർ പോകുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴും ആ ടീച്ചറിൻ്റെ കണ്ണുനീർ മാറുന്നില്ല. ഇവിടെ ഞാൻ ടീച്ചറിൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് നിറകണ്ണുകളോടുകൂടി നിൽക്കുന്ന ഒരു ടീച്ചറെയാണ്. പക്ഷേ നമ്മൾ കാര്യങ്ങൾ ചോദിച്ചപ്പോഴേക്കും
നേരെ കണ്ണ് പൊത്തിക്കൊണ്ട് മുഖം പൊത്തിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. ഇത് തന്നെയാണ് ഓരോ അധ്യാപകരുടെ അവസ്ഥ. ഇപ്പോൾ ആ ടീച്ചർ മാത്രമാണ് സ്കൂളിലേക്ക് എത്തിയിട്ടുള്ളത്, സ്കൂൾ മാനേജരും എത്തിയിട്ടുണ്ട്, ബാക്കിയുള്ള ആൾക്കാരൊക്കെ തന്നെ ഇവിടേക്ക് വരികയാണ്. അവസാനം അവൻ്റെ ആ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ ഒരു നുള്ളു പൂവർപ്പിച്ച് അവന് മുന്നിൽ ഒരു തൊഴുത്, എല്ലാ ദിവസവും അധ്യാപകരെ തൊഴുന്ന അവൻ്റെ മുന്നിൽ ഇന്ന് അവൻ്റെ സ്കൂളിലെ അധ്യാപകർ അവൻ്റെ മുന്നിൽ തൊഴുത് നിൽക്കുന്ന, കൈ കൂപ്പുകൈകളോട് നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. കാര്യം അങ്ങനെ ഒരു സ്ഥിതി ഒരിക്കലും ഒരാൾക്കും ഉണ്ടാക്കരുത്, ഒരു ദുരന്തം ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ തന്നെ. മനുഷ്യരായിട്ടുള്ള ആൾക്കാർ എല്ലാം തന്നെ വലിയ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ്. പക്ഷേ പലപ്പോഴും പല ആൾക്കാരും വിധി എന്നൊക്കെ പറയുമായിരിക്കും, പക്ഷേ വരുത്തി വെച്ച ഒരു വിന എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ തോന്നുന്ന കാര്യം. ഒരു കാരണവശാലും അങ്ങനെയുള്ളൊരു വൈദ്യുതി ലൈൻ അതുവഴി പോയില്ലായിരുന്നുവെങ്കിൽ അവൻ്റെ ജീവൻ നഷ്ടമാകില്ലായിരുന്നു. പൊന്നു മോൻ ഇന്നലെ ധനമന്ത്രി KN ബാലഗോപാലും വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ആൾക്കാർ നമ്മുടെ നാടിൻ്റെ മകനാണ്, കേരളത്തിൻ്റെ മകനാണ് എന്ന് പറയുന്നുണ്ട്. അതെ, കേരളത്തിൻ്റെ മകൻ തന്നെയാണ്. അങ്ങനെയാണ് നഷ്ടമായത്. ഓരോ ആൾക്കാരുടെയും ഒരു അനാസ്ഥ മൂലമാണ് അദ്ദേഹത്തിൻ്റെ ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായത്. തീർച്ചയായിട്ടും കണ്ണൻ, അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്ര വേഗം അവൻ ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നത്. ആ ടീച്ചർ പൊട്ടിക്കരയുകയാണ്, തലകുനിച്ച് നിൽക്കുകയാണ്. മറ്റൊരാൾ അവിടെ ഉണ്ടായിരുന്ന മാനേജ്മെന്റ് അധികൃതരിൽ ഒരാൾ. എന്തായാലും വളരെയധികം വേദനയുള്ള ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവൻ പഠിച്ച ആ സ്കൂളിലേക്ക് ജീവനറ്റ ആ ദേഹം എത്തുമ്പോൾ എന്തു പറയാൻ, വിങ്ങിപ്പൊട്ടുകയല്ലാതെ മറ്റു വഴിയില്ല. കാരണം അത്രമാത്രം വളരെ പെട്ടെന്ന് അനാസ്ഥയുടെ പിഴവ് ഒന്നുകൊണ്ട് മാത്രമാണ് ആ മിടുക്കനായ കുഞ്ഞിന് ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നത്.